ചേട്ടൻ യെല്ലോ കളർ ഇട്ട് ചേട്ടൻ ഇറങ്ങിയ പിന്നെ എന്ത് ഡേസി പിന്നെ ഇട്ട് കൊട്ടി. ചേട്ടൻ 87 റൺസ്. ചേട്ടൻ മൂന്ന് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ ഈ IPL നേടിയ വേറെ ഏത് കളിക്കാരനുണ്ട് പറയും? അതാണ് ചേട്ടൻ. പിന്നെ സെഞ്ചുറി, അത് ചേട്ടനൊരു പുത്തരിയല്ല. ഈ IPL 2 സെഞ്ചുറിയുള്ള വേറെ ഏത് കളിക്കാരുണ്ട്? വേറെ ആരുമില്ല. ചേട്ടൻ ഇന്നലെ പറയാണ് സെഞ്ചുറി എന്നല്ല വിഷയം. ചേട്ടൻ പറയാണ് വേണമെങ്കിൽ എനിക്ക് സെൽഫിഷായി സെഞ്ചുറി അടിക്കായിരുന്നു. പക്ഷെ അതല്ല, ഫിനിഷ് ചെയ്യുക, കളി ജയിക്കുക. കാരണം എന്താ, നെറ്റ് റൺ റേറ്റ് ഇഷ്യൂ എന്ന് ചേട്ടൻ അറിയാം, പെട്ടെന്ന് ജയിപ്പിക്കുക. ചേട്ടനാണ് CSK ആണ് ചേട്ടൻ. അതെ, ചേട്ടൻ സൂപ്പർ കിങ്സ് അങ്ങനെ വിളിച്ചവാണെങ്കിൽ ക്രെഡിറ്റിന്റെ കൂടെ തന്നെ മോശമാണ് കേട്ടാ. ഒരു മോശമില്ല. സഞ്ജു ഔട്ടായ കഴിഞ്ഞു, ടീം കഴിഞ്ഞു. അതാണ് ഇപ്പൊ അവസ്ഥ. ഔട്ടാകണില്ലല്ലോ, അടുത്ത കളി ഔട്ടാണല്ലോ. അടുത്ത കളി തോൽവി. നിങ്ങൾ 2 സെഞ്ചുറി അടിച്ചപ്പോ സഞ്ജു ഔട്ടായിനോ? ഇല്ല. ഇപ്പൊ സഞ്ജു ഔട്ടായിക്കണോ? ഇല്ല. ഔട്ടാക്കാൻ പറ്റില്ലല്ലോ. വലിയ സ്റ്റാർക്ക്, എങ്കിഡി ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ആകെ എടുത്ത 2 വിക്കറ്റ് അല്ലേ. സ്കോർ ബോർഡിൽ ഞങ്ങൾ ബാറ്റ്സ്മാൻമാര് മര്യാദക്ക് സ്കോർ ചെയ്തില്ല. പിന്നെ ബോളർമാർ എന്ത് ചെയ്യാനാ? അതെങ്ങനെ ചെജ്ജും? അമ്മാരി കയറല്ലേ ഇവിടുന്ന്. പിന്നെ നിങ്ങൾ എങ്ങനെ ചെയ്യാനാണ്? അത് മാത്രല്ല, ആ സ്റ്റെപ്സ് 10-18 റൺ അടിച്ചെന്ന് പറഞ്ഞാൽ അതാ ഗുർജപ്പനീതിന്റെ ബോളിൽ തുടക്കത്തില് നമ്മളെ ചെക്കൻ 100 മുന്നിൽ പറ്റി ചെറിയ മിസ്റ്റേക്ക് ക്യാച്ച് പോയി. അതും നിങ്ങൾ 100 നടക്കൂല. നിങ്ങൾ ഒഴിവാക്കിയ ആളല്ലേ ചേട്ടനൊരു 50 അടിച്ച റണ്ണും വേണ്ടേ എന്ന് എല്ലാത്തിനും അതുണ്ട്. പിന്നെന്താ, എന്താണ് ചേട്ടൻ അടിച്ചാൽ ഞങ്ങൾ സ്കോർ ചെയ്ത് ഞങ്ങള് മര്യാദക്ക് ഫസ്റ്റ് ഒക്കെ വിക്കറ്റ് അങ്ങനെ പോയി. പക്ഷെ ലാസ്റ്റ് ഞങ്ങള് കടത്തിയില്ലേ. ചേട്ടൻ സിമ്പിൾ. ചേട്ടനൊരു 10-50 റൺ അടിച്ചാലുള്ള റണ്ണ് വേണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് ബോള് അങ്ങനെ ഇട്ട് കൊടുത്ത് കുറച്ച് റൺ അടിച്ചു. റോബർട്ടിനെ കൊണ്ട് ഒറ്റ ഓവറിൽ എറിയിച്ചിട്ടുള്ളൂ. അത് മതിയെന്ന്. കാരണം എന്താ അറിയോ, അത്രക്കും കോൺഫിഡൻസിലാണ് ഞങ്ങളെ ക്യാപ്റ്റൻ ഋതുരാജ് ജയിക്കുവാത്. പറ്റി ഇന്നലെ ഓവേട്ടൻ പറഞ്ഞു കേട്ടില്ലേ, ഇത്രയും കൂളായിട്ട് ഉസാറായിട്ട് ചെയ്യുന്ന വേറെ ക്യാപ്റ്റൻ അങ്ങനെ പഠിച്ചിങ്ങനെ എത്തുന്ന ആരെ പറഞ്ഞ ഓവേട്ടൻ. ഇംഗ്ലീഷുകാരൻ വന്ന് ജയിക്കുമ്പോ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവും, വല്ലാത്ത പോരീക്ഷകളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നല്ല ടാലന്റ് കുട്ടികളാ, കളിച്ചാണ്ട് ജയിച്ചാണ്ട് പോകും. ഇപ്പൊ ഞങ്ങൾക്ക് പ്ലേ ഓഫ് സാധ്യത നന്നായിട്ട് ഇങ്ങനെ ജോലിപ്പിച്ച് നിർത്തിയില്ലേ, പ്ലേ ഓഫൊക്കെ എത്തും. ഈ കപ്പും കൂടി കൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കാണ് ഇതേ. അതും വിചാരിച്ചാണ് നിങ്ങൾ നിക്കണ്ട. ബാക്കിയുള്ള കളിക്കാരൊന്നും വെറുതെ വന്നാലല്ലോ. ഈ കളിയേറ്റൊന്നും ബാക്കിയുള്ള ടീമിനടുത്ത് നടക്കും. ചേട്ടന്റെ പൊലിവില് ആ കപ്പ് എടുക്കണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്.